നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒറക്കിൾ ഡെക്സ് എന്നാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഇത് യൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിലിപ്പോൾ എന്താണ്, അവരുടെ സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കാർഡ്സിൽ നിന്ന് വരുന്ന ആദ്യം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, എസ്കേപ്പ്, അൺഅപ്രീഷിയേറ്റഡ്, ഗിൽറ്റി, സീക്രട്സ്, മിസ്റ്റേക്സ്, കൺഫ്യൂഷനും ഉണ്ട് ഇവിടെ. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് റണ്ണർ എനർജിയാണ് കാണുന്നത്. റണ്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, ഓടിപ്പോവുക. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർ അവിടുന്ന് മാറി പോവുക. ഓക്കെ, ആ എനർജിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എല്ലാവരും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും അല്ലേ, അതിനെക്കുറിച്ച് സംസാരിച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ബട്ട് ഈ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അവർ ആ സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് അവർക്ക് ഫേസ് ചെയ്യാൻ ആഗ്രഹമില്ല. ഒരുതരം ഡിഫെൻസീവ്നെസ് ആണ്. ഒന്നാമത്തെ കാര്യം, അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ള തോന്നൽ, അൺഅപ്രീഷിയേറ്റഡ് കാണുന്നുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, നിങ്ങൾ അവർ ചെയ്യുന്ന ഒന്നും കാണുന്നില്ല. അവരിടുന്നുണ്ടാവും എഫേർട്ട്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവായിരിക്കും നിങ്ങളുടെ കണക്കിൽ. നിങ്ങൾ അത്രത്തോളം ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് ആ പേഴ്സണിന് തോന്നുന്നത് എന്താ, ഈ ഞാൻ കുറച്ച് ചെയ്യുന്നത് പോലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിക്കാണ് തോന്നുന്നത്. അവർക്ക് സാധിക്കുന്നതോ അല്ലെങ്കിൽ പറ്റുന്നതോ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് പോരാ. യെസ്, എനിക്ക് മനസ്സിലാവും. ബട്ട് അവർ പേഴ്സൺ കരുതുന്നത് എന്താ, ഞാൻ ഇത്രയും ചെയ്തിട്ട് പോലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അതായത് അവർ വളരെ കുറവായിരിക്കും ചെയ്യുന്നത്, എന്നാലും അവർ പറയുന്നത് ഞാൻ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിക്കാണ് അവർക്ക് തോന്നുന്നത്. എൻ്റെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിക്കുമ്പോഴേക്കും സിറ്റുവേഷനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ്, ഇനി എന്താണ്, അല്ലെങ്കിൽ എന്താ സംസാരിക്കാത്ത, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അടുക്കുക, അങ്ങനെ പലതും നിങ്ങൾ ചോദിക്കും. ആദ്യമൊക്കെ അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാവും. സോ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടുന്ന് മാറിപ്പോവാണ്, അവരതിൻ്റെ ആൻസർ തരുന്നില്ല. ബിക്കോസ് അവർ ഡിഫെൻസ് ആവുകയാണ്. അവിടെ ഗിൽറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ആറ്റ് കോസ്റ്റ്. അവർക്ക് അറിയാം ആക്ച്വലി മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, ഈ എസ്കേപ്പ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. മനസ്സിൽ ഗിൽറ്റ് കിടക്കുന്നുണ്ട്, റിഗ്രറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, അവർ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ട് അത് പാലിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അത് അവരുടെ ഭാഗത്ത് അവരൊരു തെറ്റുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരതിനെ പോലും പക്ഷെ അവോയ്ഡ് ചെയ്യണം. അവർ നിങ്ങളോട് ക്ലാരിഫിക്കേഷൻ തരും, എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്ന് പറയുക. അതൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം അവർ മാറി എസ്കേപ്പ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഇവിടെ ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. ആൻഡ് ഇവിടെയും അവർക്കറിയാം നന്നായിട്ട് അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എന്നുള്ളവർക്ക് നല്ലോണം അറിയാം. ആ ഗിൽറ്റി ഫീലിംഗ് അവരുള്ളിൽ, ആ ഒരു കുറ്റബോധം അവരുള്ളിൽ വളരെയധികം ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സീക്രട്സ്, ഐ ഹവന്റ് ടോൾഡ് യു എവറിത്തിങ്. യെസ്, അവർ തുറന്ന് സംസാരിക്കുന്നില്ല, ഇവിടെ അതാ പ്രശ്നം. പക്ഷെ എന്തായത് അവോയ്ഡൻസ് ആണ് ഇവിടെ കാണുന്നത്. അവോയ്ഡ് ചെയ്ത് നടക്കാം. സിറ്റുവേഷനെ ഫേസ് ചെയ്ത് നമ്മൾ സംസാരിച്ച് ക്ലാരിറ്റി കൊണ്ടുവരേണ്ട അവിടെ അവർ അവോയ്ഡ് ചെയ്ത് മാറി നടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്നില്ല. ഓക്കെ, ഇപ്പം അവരത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല, അതാണ് സംഭവം. അവർ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അവരുടെ തന്നെ ചിലപ്പോൾ നമ്മൾ പറയില്ല, അവനവൻ്റെ കഴിവ് കേട് എന്ന് തന്നെ വിളിക്കണം അതിനെ. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മാക്സിമം വേണ്ടത് എന്തെങ്കിലും ചെയ്യും അല്ലേ. സോറി, ഇത് പറഞ്ഞ് നിങ്ങൾ അവരോട് വഴക്കിടാനൊന്നും പോകാനല്ല ഞാൻ പറയുന്നത്, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ബട്ട് അവർക്ക് തോന്നുന്നത് എന്താണ്, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കുറ്റബോധം അവരുള്ളിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഞാൻ ചെയ്യണം, കൂടുതൽ ചെയ്യണം, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കണം എന്നൊക്കെ അവർക്ക് അറിയാം, ബട്ട് അവർക്ക് സാധിക്കുന്നില്ല. സോ അതിൻ്റെ ഒരു കുറ്റബോധം അവരുള്ളിൽ വല്ലാതെ. അപ്പം എന്താ ചെയ്യുന്നത്, അപ്പോൾ അവോയ്ഡ് ചെയ്ത് നടക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ നടക്കാം. ഡേ ഡ്രീമിംഗ് ഉണ്ട് ഇവിടെ. Reminiscing, wow, okay. Dishonesty, guilty, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇൻസെപ്പറബിൾ. ഓക്കെ, wow, beautiful.
അവർക്ക് ആക്ച്വലി ഇപ്പോൾ തോന്നുന്നത് ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. അവർക്ക് അറിയാം നന്നായിട്ട് അവർ വേണ്ട സമയത്ത് ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളത് തോന്നുന്നുണ്ട്. അവർക്കൊരു വിഷമമുണ്ട് ഉള്ളിൽ. ഓക്കെ, അവർക്ക് അറിയാം എന്നിട്ട് അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇവരെന്താ ചെയ്യുന്ന, ആക്ഷൻസ് എടുക്കുന്നില്ല അല്ലെ, അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. സോ ഇവിടെ ഡേ ഡ്രീമിംഗ് കാണുന്നുണ്ട്, റെമിനൈസിങ് കാണുന്നുണ്ട്. രണ്ടും പറയുന്ന പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കലാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണലാണ്, നിങ്ങളെ മിസ് ചെയ്യലാണ്, എല്ലാം ഉണ്ട് ഇവിടെ. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവർ, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെ ലൈഫിൽ അവർക്ക് വേണം. അതിനോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നുണ്ട്, മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരം, ജോക്സ് എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവരെന്തോ ബൈ ലൈങ് ഐ റിപ്ഡ് us apart. അവരെന്തോ നിങ്ങളുടെ അടുത്ത് നുണ പറഞ്ഞു അല്ലെങ്കിൽ മറച്ചു. എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല. കുറച്ച് പേർക്ക് ജസ്റ്റ് നിങ്ങളെ മേ ബി ചിലപ്പോൾ എല്ലാം നമ്മൾ തെറ്റായിട്ട് എടുക്കണ്ട. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും, എന്തിനാ ഇങ്ങനെ, അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും. സോ അങ്ങനെ ഉള്ളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നുണകൾ പറയും, അല്ലാതെ വേണം വെച്ച് വേദനിപ്പിക്കാൻ എന്നല്ല. പക്ഷെ എന്നാലും മേ ബി ചില നുണകൾ നിങ്ങൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടായി കാണാം. എന്തെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്, ഡിസോണസ്റ്റി ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് എന്തോ അവർ തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്, പാസ്റ്റിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നല്ല, ഇത് പാസ്റ്റിൽ എനർജിയാണ്. സോ പാസ്റ്റിൽ അവർ ചെയ്ത മിസ്റ്റേക്സ് അവരുള്ളിൽ ആ ഒരു കുറ്റബോധമായിട്ട് കാണുന്നുണ്ട്. സോറി, ഇൻസെപ്പറബിൾ. അവർ ലവ് ഇസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയാണ്, സെപ്പറേഷനാണ്, പേഴ്സൺ സംസാരിക്കുന്നില്ല, മാറി നിൽക്കുന്നു, ബ്ലോക്ക്ഡ് ആണ്, എന്ത് തന്നെയായാലും ശരി, ടോട്ടൽ നോ കോൺടാക്ട് ആയാലും ശരി, അല്ല സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു അകൽച്ച ഉണ്ടെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അവർ പറയുന്നത് നമ്മുടെ തമ്മിലുള്ള സ്നേഹം എപ്പോഴും ഉണ്ട്. അവരുടെ ഉള്ളിൽ ആ ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് മിസ് ചെയ്യുന്നതും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതും അല്ലേ. പക്ഷെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ആണ് ഇവിടെ പ്രോബ്ലം. ഞാൻ കമ്മിറ്റ്മെന്റ് കാണുന്നുണ്ട്. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന ആഗ്രഹമുണ്ട്. അത് ഏത് തരത്തിൽ എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പ്രോപ്പർ കമ്മിറ്റ്മെന്റ് മാരേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർക്ക് ലൈക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ, ലൈക്ക് നിങ്ങളുടെ കൂടെ അവർ, നിങ്ങളുടെ ലൈഫ് ലോങ് അവർ നിങ്ങളുടെ കൂടെ, അവരുടെ കൂടെ നിങ്ങൾ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡെക്കുന്ന കൂടി കുറച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം നമുക്ക്. ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് ഗൈഡൻസ്, സീഡ്സ്, സ്പ്രിംഗ്, self-worth, expectations, okay, change, courage, apology, forgiveness, until death. ഓക്കെ, ഇതും കമ്മിറ്റ്മെന്റ് കാര്യമാണ്. ഇവിടെയും കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഇതിലും കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഡബിൾ കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്ട് ആണ്, സോൾ കണക്ഷൻ ആണ്, അത് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് കാണുന്നത് യെസ് നിങ്ങൾ തമ്മിലൊരു ചേഞ്ചസ് വരും എന്ന രീതിക്കാണ്. ഇപ്പോൾ ഇവിടെ സീഡ്സ്, സ്പ്രിംഗ് കാണുന്നുണ്ട്. സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെയൊക്കെ ഇന്ത്യയിൽ എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം 4 സീസൺ നമ്മൾ അവിടെ അങ്ങനെ പറയില്ലല്ലോ. എന്നാലും പോട്ടെ, ഒരു ഏപ്രിൽ സമയമാണ് നമ്മൾ എടുക്കുക. സോ ഏപ്രിലിൻ്റെ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാണാം, അല്ലെങ്കിൽ അതായത് പ്രോപ്പറായിട്ടില്ല, എനിക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു കാണാം, അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഈ ഒരു മിസ്റ്റേക്കിന്റെയും ഇതിന്റെയൊക്കെ കാര്യം ഇവിടെ നമ്മൾ കണ്ടു. ആ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണാം. സോ ഒരു വിത്ത് നമ്മൾ പറയില്ലേ, ഒരു ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഗ്രോത്ത് കാണാൻ സാധ്യത ഏപ്രിൽ തൊട്ട് തുടങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏപ്രിൽ തൊട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ വളരുന്നതായിട്ട്, ഒരു സീഡ് വളർന്ന ഒരു ചെടി മരമൊക്കെ ആയി അതിൻ്റെ ഫലം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ തുടക്കം ഐ തിങ്ക് സ്പ്രിംഗ് എന്നാണ് തുടങ്ങിയിരിക്കുക. അതായത് ഒരു ഏപ്രിൽ മാസം പിടിച്ചോളൂ. ഏപ്രിൽ ടൈമിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ വന്നു, എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞായിരിക്കാം, അവരെന്താ മറിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ വന്നതായിരിക്കാം. അതിനുശേഷം ചില ചേഞ്ചസ് ഐ തിങ്ക് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ സെൽഫ് വർത്ത് എക്സ്പെക്ടേഷൻ എനിക്ക് നിങ്ങളുടെ കാര്യമാണ്. ഐ തിങ്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്, നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഏപ്രിലിന് ശേഷം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ടേഷൻസ് വിട്ടു, പേഴ്സണെ ഇനിയിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയിരിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ചേഞ്ച്, കറേജ്, നിങ്ങൾ ഐ തിങ്ക് മാറി നിൽക്കുമ്പോഴാണ് പേഴ്സണിന് ഒരു മാറ്റം വരാൻ പോകുന്നത്. എനിക്ക് പേഴ്സൺ ചേഞ്ചസ് വരുത്താൻ പോകുന്നത്. അവരൊരു ഡിസിഷൻ എടുത്ത് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോളജി ഉണ്ട്, ഫോർഗിവ്നെസ് ഉണ്ട്, നിങ്ങളോട് അവർ മാപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. സോ മുന്നോട്ട് ഐ തിങ്ക് അത് വരും. എനിക്ക് നിങ്ങൾ തമ്മിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു സോറി പറയൽ വരാം, ഒരു അപ്പോളജി വരാം. നിങ്ങൾ തമ്മിൽ അഗെയിൻ കോൺട്രാക്ട്സ്, കമ്മിറ്റ്മെന്റ്സ്, നിങ്ങൾ തമ്മിൽ ഇത് ഉണ്ടാവുന്നില്ല. ഓക്കെ, എങ്ങാനും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള എന്ത് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ശരി, ആ സ്നേഹം അവസാനിക്കുന്നൊന്നുമില്ല, കോൺട്രാക്ട് അവസാനിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഇനിയും ഫ്യൂച്ചറിലേക്ക് ഇനിയും ഉണ്ട്, സ്റ്റോറി ബാക്കിയുണ്ട്, നമ്മൾ പറയില്ലേ കഥ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ഒന്നും ആയിട്ടില്ല. ഓക്കെ, ആൻഡ് കുറച്ച് കാഴ്ച കൂടി
ഗിൽറ്റി ഓക്കെ. യെസ്, സെപ്പറേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഓക്കെ, സ്ട്രക്ചർ, ഫൗണ്ടേഷൻ, വെരി ഗുഡ്, ട്രാൻസ്ഫോർമേഷൻ മതി. തേർഡ് പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻഡായി പോവും. ടെൻഷൻ വേണ്ട. ഓക്കെ, ഗിൽട്ട് കാണുന്നുണ്ട് എനിക്ക്. പേഴ്സണൽ റിഗ്രറ്റ് ഒരുപാടുണ്ട്. അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. 2 കാർഡാണ് വന്നിരിക്കുന്നത്. അവർക്ക് ശരിക്കും തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ആ കുറ്റബോധമുണ്ട്. അവർ നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഓൾറെഡി സെപ്പറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒരു യൂണിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ വീണ്ടും ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സോളിഡ് ഫൗണ്ടേഷൻ വീണ്ടും ബിൽഡ് ആക്ച്വലി ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, സോളിഡ് ഫൗണ്ടേഷനും ഉണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ സമയമാണ് നിങ്ങളുടെ ഇടയിൽ. അത് ഏപ്രിലായിരിക്കും തുടങ്ങിയത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഏപ്രിൽ തൊട്ട് നിങ്ങൾ ചേഞ്ചസ് ഇപ്പോൾ കാണുന്നുണ്ടാവും പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും. നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ കുറേയൊക്കെ സെൽഫ് ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. പേഴ്സൺ യെസ് റണ്ണർ എന്ന് കണ്ടു, പക്ഷെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഐ തിങ്ക് ചേസിങ് നിർത്തി കാണും. ഓക്കെ, നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓക്കെ മുന്നോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. കുറെ കൂടി സോളിഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വരും എന്നാണ് എനിക്ക് കാണുന്നത്. കമ്മിറ്റ്മെന്റ് നമ്മൾ 2 കാർഡ് നമുക്ക് കമ്മിറ്റ്മെന്റ് വന്നു, 2 കാർഡ് നമുക്ക് ഗിൽറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, മാപ്പ് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ അടുത്ത ഏപ്രിലിൻ്റെ ഉള്ളിലായിരിക്കാം. ഓക്കെ, ഈ വരുന്ന നെക്സ്റ്റ് ഏപ്രിലിൻ്റെ ഉള്ളിലായിരിക്കാം കുറച്ച് പേർക്ക്. കാരണം ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു രാത്രി കൊണ്ട് നമുക്ക് മാറുന്ന സിറ്റുവേഷൻസ് അല്ല. കുറച്ചായിട്ട് പേഴ്സൻ്റെ ഉള്ളിൽ ചേഞ്ചസ് വരണം അല്ലേ. സോ അതിൻ്റെതായ സമയമെടുക്കാം. ബട്ട് ഐ തിങ്ക് ഇത് തുടക്കമാണ് എനിക്ക് ഏപ്രിൽ ഫീൽ ചെയ്യുന്നത്. ഈ മാറ്റങ്ങളുടെ തുടക്കമാണ് ഏപ്രിൽ. ഓക്കെ, സോ ബട്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരു എൻഡിങ് കിട്ടിയിട്ടില്ല. അത് അതിൻ്റെതായ സമയത്ത് നടക്കുമെന്ന് വിചാരിക്കും. ബിക്കോസ് ട്രാൻസ്ഫോർമേഷൻസ് വരണമെങ്കിൽ എപ്പോഴും ഒരു ഡിവൈൻ ടൈമിംഗ് ആണ്. എനിക്ക് ആ ഡിവൈൻ ടൈമിലേ മാറ്റങ്ങൾ വരുള്ളൂ. സോ വെയിറ്റ് ചെയ്യാം തൽക്കാലം ക്ഷമയോടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളെക്കുറിച്ച് മാത്രം ഇപ്പോൾ കെയർ ചെയ്യാം. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കെയർ കൊടുക്കുക. പേഴ്സണെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക, എക്സ്പ്ലനേഷൻ ചോദിക്കാതിരിക്കുക. ഓക്കെ, അവർക്ക് എന്തെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നല്ലോണം റിയലൈസേഷൻ ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവരത് പറഞ്ഞു വരട്ടെ. അവരുടെ ഭാഗത്തു നിന്ന് അവർ റിയലൈസേഷനോടെ അവർ പറഞ്ഞുകൊണ്ട് വരട്ടെ. അതുവരെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കൂ. ഓക്കെ, അങ്ങനെ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി വളരെ നല്ലതാണ് നിങ്ങൾക്ക്. ബിക്കോസ് ആ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് ആ സെപ്പറേഷൻ വരുന്നത്. യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ് ചില സമയത്ത്. ഓക്കെ, ബട്ട് കമ്മിറ്റ്മെന്റ് ആണ് ഫൈനൽ. 2 കാർഡ് നമുക്ക് ഫൈനലാണ്, കമ്മിറ്റ്മെന്റ് ആണ് കിട്ടിയത്. സോ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ഓക്കെ, നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കാം. മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.